ഹായ് ഫ്രണ്ട്സ്, നമുക്കറിയാം ബാങ്ക് എക്സാംസിൽ അരിത്തമാറ്റിക് ടോപ്പിക്സിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണെന്ന്. ഓക്കെ, സോ അരിത്തമാറ്റിക് ടോപ്പിക്സ് ഒരു 10-15 ടോപ്പിക്സ് ഉണ്ട്. അതിൽ തന്നെ ഒരു 12 ടു 15 ക്വസ്റ്റ്യൻസോളം ഓരോ എക്സാംസിനും അരിത്തമാറ്റിക്കിന്റെ പോർഷനിൽ ചോദിക്കാറുണ്ട്. സോ ഈ അരിത്തമാറ്റിക് പോർഷൻസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. സോ ടൈം ആൻഡ് ഡിസ്റ്റൻസിലെ ബോട്ടം സ്ട്രീമിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബോട്ടം സ്ട്രീം എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു സിമ്പിൾ കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു കോൺസെപ്റ്റ് ബേസിക് നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണ്, അല്ലെ എന്താണ് അതിന്റെ ബേസിക് കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിലൂടെ പറഞ്ഞു പോവാം. സോ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ratio between speed of boat in still water to speed of stream is 5:2. If 224 km is traveled by downstream in 4 hours, then find the difference between speed of boat in still water and speed of stream. Okay. സോ നമുക്ക് ഫസ്റ്റ് എന്താണ് ബോട്ടം സ്ട്രീം എന്ന് നോക്കാം, അല്ലെ? ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു സെക്ഷൻ ആണിത്. അതായത് നമുക്കറിയാം റിവർ ഫ്ലോ ചെയ്യാം, അല്ലെ? എവിടുന്ന് എങ്ങോട്ടേക്കാണ് റിവർ ഫ്ലോ ചെയ്യുക? ഒരു ഡയറക്ഷൻ ഉണ്ട്, അല്ലെ? അതായത് ഒരു ഹൈ ഓൾട്ടിറ്റ്യൂഡ് ഏരിയയിൽ നിന്ന്, അല്ലെ ഒരു ഹൈ ഏരിയയിൽ നിന്ന് ലോവർ ഏരിയയിലേക്കാണ് റിവർ ഫ്ലോ ചെയ്യുക. സോ ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ബോട്ടിലൂടെ ട്രാവൽ ചെയ്യാണ്. അപ്പൊ ഈ ബോട്ട് ഈ സ്ട്രീമിന്റെ അതേ ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഒരു റെസിസ്റ്റൻസ് ഒന്നും ഫീൽ ചെയ്യില്ല, അല്ലെ? നമ്മൾ എങ്ങോട്ടാണോ റിവറിന്റെ ഫ്ലോ നമ്മൾ അങ്ങോട്ട് തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഇനീഷ്യൽ സ്പീഡ് കൊടുത്താൽ മതി, നമ്മൾ അങ്ങനെ അങ്ങ് പോയിക്കോളും. അതായത് നമുക്ക് അവിടെ വേറെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല. സോ നമുക്ക് നമ്മുടെ സ്പീഡ് എന്ത് ചെയ്യും, കുറച്ച് കൂടിയോ എന്ന് തോന്നും, അല്ലെ? നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്ന ഇനീഷ്യൽ സ്പീഡിനേക്കാളും ഒരു കുറച്ച് അധികം സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടേയിരിക്കുക, ആ ഒരു ഒഴുക്കിനൊക്കെ നമ്മൾ നീന്തിക്കൊണ്ടേയിരിക്കുക. സോ ഇവിടെ നമ്മുടെ സ്പീഡ് അല്ലെങ്കിൽ ബോട്ടിന്റെ സ്പീഡ് ഓഫ് ബോട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം. ദെൻ ഇത് ഓരോ ടെക്സ്റ്റിലും അല്ലെ ഓരോ കോൺസെപ്റ്റിലും ഈ ഡിനോട്ടേഷൻ വ്യത്യാസമായിരിക്കും. പക്ഷെ ഞാൻ എക്സ് ആൻഡ് വൈ ആയിട്ടാണ് പഠിച്ചേക്കുന്നത്. സോ ഞാൻ സ്പീഡ് ഓഫ് ബോട്ടിനെ എക്സ് എന്നും ദെൻ സ്പീഡ് ഓഫ് സ്ട്രീമിനെ വൈ എന്നുമാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു, നമ്മൾ റിവറിന്റെ അതേ ഫ്ലോയിലാണ് നമ്മളെ ബോട്ട് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്കൊരു എക്സ്ട്രാ സ്പീഡാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് അനുഭവപ്പെടുക. സോ അതിനെയാണ് നമ്മൾ ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത്. ഓക്കെ, ഡൗൺസ്ട്രീം. സോ ഡൗൺസ്ട്രീം സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്, എക്സ് പ്ലസ് വൈ. നമ്മൾ റിലേറ്റീവ് സ്പീഡ് ഒക്കെ എടുക്കൂലേ, സെയിം ഡയറക്ഷനിൽ പോവുകയാണെങ്കിൽ നമുക്ക് അനുഭവപ്പെടുന്ന റിലേറ്റീവ് സ്പീഡ് എന്ന് വെച്ചാൽ എന്താണ്, അവിടെ അഡീഷൻ ആണ് വരിക, അല്ലെ? സോ ഇതുപോലെ ഇവിടെ എക്സ് പ്ലസ് വൈ. ഇനി നമ്മുടെ റിവർ ഇങ്ങോട്ടാണ് പോകുന്നത്, പക്ഷെ നമ്മുടെ ബോട്ട് പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. സോ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ അവിടെ ഒരു എന്തുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലെ? സോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്പീഡിനേക്കാളും കുറച്ച് കുറഞ്ഞ സ്പീഡാണ് നമുക്ക് ഫീൽ ചെയ്യുക, അല്ലെ? നമ്മൾ എത്ര തുഴഞ്ഞിട്ടും അല്ലെ എത്ര എഫേർട്ട് ഇട്ടാലും നമുക്ക് നമ്മൾ വിചാരിച്ച അത്ര സ്പീഡിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം എന്താണ്, അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അല്ലെ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്. അപ്പോ നമുക്ക് അവിടെ അനുഭവപ്പെടുന്നതാണ് അപ്സ്ട്രീം. സോ അപ്സ്ട്രീം എന്തായാലും നമ്മൾ കൊടുക്കുന്ന സ്പീഡിനേക്കാളും കുറവായിരിക്കും. ദാറ്റ് മീൻസ് എക്സ് മൈനസ് വൈ. ഈ രണ്ട് ലൈൻ, ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിലെ എല്ലാ ക്വസ്റ്റ്യൻസും പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് പോകാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഡൗൺ സ്ട്രീം കിട്ടി, അപ്സ്ട്രീം കിട്ടി. സോ നമുക്ക് എക്സ് ആൻഡ് വൈ, അതായത് ബോട്ടിന്റെ സ്പീഡും സ്ട്രീമിന്റെ സ്പീഡും കിട്ടിക്കഴിഞ്ഞാൽ ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഡൗൺ സ്ട്രീമും അപ്സ്ട്രീമും തന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ് ആൻഡ് വൈ കണ്ടുപിടിച്ചുകൂടെ? ഈ രണ്ട് ഇക്വേഷനും ആഡ് ചെയ്ത് ബൈ 2 എടുത്തു കഴിഞ്ഞാൽ എക്സ് കിട്ടും. ഈ രണ്ട് ഇക്വേഷനും മൈനസ് ചെയ്ത് ബൈ 2 എടുത്താൽ നമുക്ക് വൈ കിട്ടും, അല്ലെ? മാത്രമേ ഇവിടെ ശ്രദ്ധിക്കാനുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് പറഞ്ഞു പോവാം. എങ്ങനെയാണ് ഈ കോൺസെപ്റ്റ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്യേണ്ടത് പറഞ്ഞു പോകാം. സോ ഇവിടെ തന്നേക്കുന്നത് സ്പീഡ് ഓഫ് ബോട്ട് ഇൻ വാട്ടർ ടു സ്പീഡ് ഓഫ് സ്ട്രീം ആണ്. അതായത് നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, എക്സ് ബൈ വൈ ആണ് നമുക്ക് 5:2 തന്നേക്കുന്നത്. എപ്പോഴും ഓർത്തിരിക്കണം, നമ്മുടെ സ്ട്രീമിനേക്കാളും സ്പീഡ് അധികമായിരിക്കാം എന്തിന്, നമ്മുടെ ബോട്ടിന്. ഓക്കെ, സോ x/y ആണ് നമുക്ക് തന്നേക്കുന്നത് ഇവിടെ, അല്ലെ? x/y തന്നേക്കുന്നുണ്ട്.
സോ നമുക്ക് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്ത് കരുതണം? ഇത് 5A എന്നും ഇതിനെ 2A എന്നും നമുക്ക് അവിടെ വിചാരിക്കാം. ഓക്കെ, ദെൻ ഇവിടെ പറഞ്ഞേക്കുന്നത് 224 കിലോമീറ്റർ എന്ത് ചെയ്യുന്നു? ഡൗൺ സ്ട്രീമില് 4 അവർ പോകുന്നു. 4 അവർ പോവാണെങ്കിൽ കിട്ടാൻ പോകുന്നത് ഡൗൺ സ്ട്രീം ആണ് അല്ലെ? ഡൗൺ സ്ട്രീം എന്താണ്? എക്സ് പ്ലസ് വൈ. ഈ എക്സ് പ്ലസ് വൈ ഇവിടെ എന്താണ്? 5A plus 2A which is equal to 7A. സോ 2 4/4 is equal to 7A ആണ്. ക്ലിയർ ആണല്ലോ? അതായത് ഡിസ്റ്റൻസ് ബൈ ടൈം ഈസ് ഈക്വൽ ടു സ്പീഡ്. ഓക്കെ, സോ എത്ര കിട്ടി? ഇവിടെ തന്നെ നമുക്ക് 56 അല്ലെ? 56 അല്ലേ? അപ്പോ 7A എന്നുള്ളത് നമുക്ക് 56 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ A എന്താണ്? A8 എന്ന് കിട്ടി അല്ലെ? A8 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ നമുക്കറിയാം എക്സ് 5A ആണ്, y 2A ആണ്. സോ x is equal to 5A which is equal to 5 into 8 is equal to 40 and y is equal to 2A which is equal to 8 into 2 is equal to 16. ഓക്കെ ആണല്ലോ? സോ നമ്മളോട് ചോദിച്ചേക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് സ്പീഡ് ഓഫ് സ്ട്രീം. അപ്പൊ ഈ എക്സിന്റെ വൈന്റെ ഡിഫറൻസ് അല്ലെങ്കിൽ എന്ത് പറയാം? അപ്സ്ട്രീം സ്പീഡ് അല്ലെ? ഇവിടെ നമ്മളവിടെ എങ്ങനെയും ചോദിക്കാം. അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ഓഫ് ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് വെച്ചാൽ എന്താ? എക്സ് മൈനസ് വൈ ആണ് ചോദിച്ചേക്കുന്നത്. എന്താണ് എക്സ് മൈനസ് വൈ? എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഡൗൺ സ്ട്രീം ആണ് അല്ലെ? എല്ലാ കോൺസെപ്റ്റും അവിടെ ക്ലബ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പൊ ദിസ് എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 24 അല്ലെ? ഇനി അല്ല, നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ. അതായത് A equal to 8 കിട്ടി. A equal to 8 കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എക്സിന്റെയും വൈയുടെയും ഡിഫറൻസ് ആണ്. സോ A equal to 8 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എക്സ് ആൻഡ് വൈ ഡിഫറൻസ് എത്രയാണ്? 3A ആണ് അല്ലെ? അപ്പൊ A 8 ആണെങ്കിൽ 3A എത്രയാണ്? 3A equal to 24. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ. ജസ്റ്റ് ആ ഒരു റേഷ്യോ ഇട്ട് കൊടുത്താൽ ഞാൻ കിട്ടും. മെന്റലി നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ഒരു കാര്യം പോലും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. ഒരു ബിഗിനറിന് മാത്രം വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ആക്ച്വലി നമുക്ക് എക്സ് ഇസ് ടു 5 5 is to 2 ആണ്. സോ പിന്നെ എന്ത് വരും? 7 ആണ് 2 to 4/4 ആണ് 7 ആണ്. അങ്ങനെയാണെങ്കിൽ 5 എത്ര, 2 എത്ര, ഡിഫറൻസ് എത്ര ഒക്കെ പെട്ടെന്ന് തന്നെ മെന്റലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, so move on to next question. So 24 is the answer. Next question. Rohit can row a boat 65 kilometer upstream and 130 downstream in 23 hours. So 65 കിലോമീറ്റർ അപ്സ്ട്രീം ആയിട്ടും 130 കിലോമീറ്റർ ഡൗൺസ്ട്രീം ആയിട്ടും പോകുന്നതിന്റെ ടോട്ടൽ ടൈം ആണ് 23 തന്നേക്കുന്നത്. സോ നമുക്ക് ഇത് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? അതായത് 65 divided by അല്ലെ? അപ്പൊ 65 കിലോമീറ്റർ എങ്ങനെയാ പോയിരിക്കുന്നത്? അപ്സ്ട്രീം ആണ്. പിന്നെയോ 130 കിലോമീറ്റർ എങ്ങനെയാ പോയേക്കുന്നത്? ഡൗൺ സ്ട്രീം ആണ്. എത്ര ടൈമാ എടുത്തേക്കുന്നത്? 23 hours. സോ ആ പറഞ്ഞ സെന്റൻസ് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? മാത്തമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്തു. അടുത്ത് എന്താ പറഞ്ഞേ? whereas he can swim 45 kilometer in upstream and 104 kilometer downstream in 17 hours. സോ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 45 hours in upstream and 104 kilometer in downstream with a time of 70 hours. അല്ലേ? അപ്പൊ നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ മാത്തമാറ്റിക്കലി ഡിനോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇവിടെ എന്ത് വേണം? നമുക്കറിയാം രണ്ട് ഇക്വേഷൻ ഉണ്ട്, രണ്ട് അൺനോൺസ് ഉണ്ട്. സോ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സും വൈയും കിട്ടും. നമ്മളോട് ചോദിച്ചേക്കുന്നത് എക്സ് എന്താണ്, വൈ എന്താണ്? സ്പീഡ് ഓഫ് ദ ബോട്ട് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് സ്പീഡ് ഓഫ് സ്ട്രീം. സോ ഇത് രണ്ടും സോൾവ് ചെയ്യുക, എക്സും വൈയും കണ്ടുപിടിക്കുക, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിനെ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്ത് എടുക്കുമ്പോഴേക്കും നമുക്ക് ഒത്തിരി സ്പേസ് അല്ലെ, ഒത്തിരി ടൈം ആവശ്യമുണ്ട്. ഇത്രയും ടൈമിലൊന്നും നമുക്ക് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ ഈ ഒരു ഇത്രയും ടൈം ഒന്നും യൂസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. സോ എന്താണ് ഇവിടുത്തെ ഒരു ട്രിക്ക്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ ടാക്കിൾ ചെയ്യാൻ നോക്കാം. അതായത് നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ഓക്കെ, ഒന്നിക്ക് നമുക്ക് നേരെ ഓപ്ഷൻ എടുത്തിട്ട് ഇപ്പൊ 4 9 ആണെങ്കിൽ എന്ത് ചെയ്യാം? ഓക്കെ, 4 9 വരില്ല. കാരണം എന്താണ്?
സ്പീഡ് ഓഫ് ബോട്ട് ആണ് ആദ്യം ചോദിച്ചേക്കുന്നത്. സോ സ്പീഡ് ഓഫ് ബോട്ട് സ്ട്രീമിനേക്കാളും കൂടുതലായിരിക്കും. അപ്പൊ 4ഉം 9ഉം എന്തായാലും വരില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാം. എങ്ങനെ അപ്ലൈ ചെയ്യാം? ഓക്കെ ഓക്കെ, നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്കിത്, അതായത് ഇവിടെ 23 ആണ്, 17 ആണ് അല്ലെ. അതായത് നമുക്ക് ഇവിടെ പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്ത് പോകണം. സോ 65നെ ഈ എക്സ് മൈനസ് വൈ എന്നുള്ള ഒരു ഫാക്ടർ എന്തായിക്കോട്ടെ, അത് 65നെയും 45നെയും നമുക്ക് എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് പോകണം. ഓക്കെ, സോ എക്സ് മൈനസ് വൈ എന്നുള്ള ഒരു വാല്യൂ 65നെയും 45ന്റെയും ഫാക്ടർ ആവണമെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 5 എടുക്കാൻ പറ്റും, അല്ലെ 10 എടുക്കാം. 10 എടുത്താൽ നമുക്ക് ഒരു പോയിന്റ് വരും. അതേ പോയിന്റ് ഇവിടെയും കിട്ടുവാണെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഹോൾ വാല്യൂ ആയിട്ട് കിട്ടും. സോ നമുക്ക് ആദ്യം 5 എടുത്ത് നോക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് മൈനസ് വൈ എന്നുള്ളതിനെ 5 ആണെന്നുള്ളത് നമ്മൾ എടുക്കുന്നു. ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. അപ്പൊ ഇവിടെ 5 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 5 എടുത്തു കഴിഞ്ഞാൽ ഇത് 13 കിട്ടും അല്ലെ. ഇത് 13 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് 10 കിട്ടണം, അല്ലെങ്കിൽ 23 ആവുള്ളൂ. സോ ഇത് 10 കിട്ടണമെങ്കിൽ എക്സ് പ്ലസ് വൈ 10 ആയിരിക്കണം. സോ ഇത് അപ്പൊ കറക്റ്റ് ആയില്ലേ. എക്സ് മൈനസ് വൈ 5 എടുക്കുമ്പോൾ ഇത് മൊത്തം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇവിടെ 13 കിട്ടും, ഇവിടെ 23 ഉണ്ട്. അപ്പൊ 13 23 പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 10 കിട്ടണം. ആ 10 ഇവിടെ കിട്ടണമെങ്കിൽ എക്സ് പ്ലസ് വൈ 10 ആയിരിക്കണം, അല്ല സോറി 13 ആയിരിക്കണം. എക്സ് പ്ലസ് വൈ 13 ആയിരിക്കണം. 13 ആവുകയാണെങ്കിൽ ഇവിടെ 10 കിട്ടും അല്ലെ. ഇനി നമുക്ക് ഇവിടെ നോക്കാം, അത് എക്സ് മൈനസ് വൈ എന്നുള്ളത് ഇവിടെ 5 എടുക്കുമ്പോൾ ഇവിടെ 9 വന്നു. അപ്പൊ 17 9 കുറച്ച് നമുക്ക് എന്ത് കിട്ടണം, 8 കിട്ടണം. 8 ഇവിടെ കിട്ടുമോ? കിട്ടും. എക്സ് പ്ലസ് വൈ 13 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 8 കിട്ടും. കറക്റ്റ് ആയില്ലേ? ആയി. സോ നമ്മൾ വിചാരിച്ചേക്കുന്ന അസംഷൻ കറക്റ്റ് ആണ്. അതായത് എക്സ് മൈനസ് വൈ ഈസ് ഈക്വൽ ടു 5, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13. കിട്ടിയല്ലോ, അത് കിട്ടിയേക്കുന്നു. അതായത് നമ്മളിപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ രണ്ട് ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സോൾവ് ചെയ്യാൻ നിൽക്കാതെ എന്ത് ചെയ്യുക, ഒന്നിക്ക് ഓരോരോ ഓപ്ഷൻസ് ഡയറക്റ്റ് എടുത്ത് ഇട്ട് നോക്കുക. ചിലപ്പോ നമുക്ക് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ ഇവിടെ ഡയറക്റ്റ് എന്താണ് എക്സ് ആൻഡ് വൈ എന്താന്ന് ചോദിച്ചത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഓപ്ഷൻസ് എടുത്തിട്ട് ചെയ്ത് നോക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ അല്ലാതെ ചില കേസിൽ ഇവിടെ ഈ എക്സ് ആൻഡ് വൈ അല്ലാതെ വേറെ എന്തെങ്കിലും ചോദിച്ചു എന്ന് വരാം. സോ നമുക്ക് ഓപ്ഷൻ അപ്പൊ അതായത് ഇപ്പം ഈ ഒരു സ്പീഡിൽ വേറെ ഏതെങ്കിലും കിലോമീറ്ററിൽ ട്രാവൽ ചെയ്തതിന്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ ആയിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുക. സോ ഇവിടെ അതെടുത്ത് ഇവിടെ ഇട്ട് നോക്കാൻ പറ്റില്ല. സോ ഒരു ഓപ്ഷൻ എടുത്ത് ട്രയൽ ആൻഡ് എറർ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇവിടെ ഈ ഒരു മെത്തേഡ് പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഇപ്പം എക്സ് മൈനസ് വൈയും ഇവിടെ രണ്ട് ഇക്വേഷനിലും എക്സ് മൈനസ് വൈ ഉണ്ട്, എക്സ് പ്ലസ് വൈ ഉണ്ട്. സോ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. ഇപ്പൊ ഇത് എടുക്കുവാണെങ്കിൽ ഇവിടെ 130 ബൈ എന്തെങ്കിലും ഒന്ന് വേണം അല്ലെ. 130നെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒന്നിക്ക് 13 വേണം, അല്ലെ 10 വേണം. എങ്കിൽ മാത്രമേ നമുക്കൊരു ഹോൾ വാല്യൂ കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ആദ്യം അങ്ങനെ ഡയറക്റ്റ് ഡിവൈഡ് ചെയ്തു പോകുന്ന ഹോൾ വാല്യൂസ് എടുക്കുക. 13 എടുത്ത് നോക്കുക. ഇവിടെ 13 എടുക്കുമ്പോൾ കട്ട് ചെയ്ത് പോകുമ്പോ എത്ര, 10 കിട്ടി. ആ 10 കിട്ടുമ്പോ ഇനി ഇവിടെ എത്ര ബാക്കി വേണം, ഇവിടെ 10 കഴിഞ്ഞാൽ ഇവിടെ എത്ര ബാക്കി വേണം, ഇവിടെ 13 ബാക്കി വേണം. ഇവിടെ 13 ബാക്കി കിട്ടണമെങ്കിൽ അത് ഇവിടുന്ന് കിട്ടണം. ഈ 65 13 കിട്ടണമെങ്കിൽ അതിനെ ബൈ 5 ചെയ്താലേ കിട്ടുള്ളൂ. സോ നമുക്ക് ഇവിടെ 5ഉം ഇവിടെ 13ഉം കിട്ടിയിട്ടുണ്ട്. സോ ഈ 5ഉം 13ഉം നെക്സ്റ്റ് ഇക്വേഷൻ ഇട്ട് നോക്കുക. അതിട്ട് നോക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് ഇവിടെ എന്താണോ കിട്ടേണ്ടത് ഇവിടെ ഉണ്ട്. അത് കിട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 13 കിട്ടി. സോ നമുക്ക് എക്സ് ഈസ് ഈക്വൽ ടു എന്താണ്, ആഡ് പ്ലസ് 2 അല്ലെ. 5 plus 18, 5 plus 13 by 2 is 18 by 2, that is 9. Then y is equal to this minus this by 2, that is 4. So 9, x equal to 9, y equal to 4 is the answer. Okay.
ഓക്കെ, ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് മാർക്ക് പോയിട്ടുണ്ട്. സി ആണ് ആൻസർ. ഓക്കെ, സി 9ഉം 4ഉം ആണ് ആൻസർ വരിക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവാം. So next question. Ratio of speed of boat in still water to speed of stream is 7:3. അതായത് ഇവിടെ നമുക്ക് x/y = 7/3 എന്ന് കിട്ടിയിട്ടുണ്ട്. Aman goes 40 kilometer upstream in 2 hours. ഈസി അല്ലേ? അതായത് 40 കിലോമീറ്റർ അപ്സ്ട്രീമില് 2 മണിക്കൂർ പോവുകയാണെങ്കിൽ ഇതല്ലേ നമ്മുടെ മാത്തമെറ്റിക്കൽ റെപ്രസെന്റേഷൻ. ഡയറക്റ്റ് അങ്ങ് എഴുതിയേക്കുക. ഓക്കെ, സോ എക്സ് മൈനസ് വൈ എന്ത് കിട്ടി? 20 കിട്ടി. സോ എന്താണ്, എക്സ് 7 ആണ്, വൈ 3 ആണ്. എക്സ് മൈനസ് വൈ 20 ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താണ്? ഇതിന്റെ ഡിഫറൻസ് 4 അല്ലേ? അപ്പൊ 4 ആണ് 20, അപ്പൊ 1 ആണ് 5. അപ്പൊ എക്സ് എന്താണ്? 35. വൈ എന്താണ്? 15. കിട്ടിയല്ലോ. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? സോ മെന്റലി കാൽക്കുലേറ്റ് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മെന്റലി കാൽക്കുലേറ്റ് ചെയ്താൽ മതി. x/y 7/3 ആണ്. അപ്സ്ട്രീം എന്ന് പറയുന്നത് 20 ആണ്. അപ്സ്ട്രീം 20 ആകുമ്പോൾ 7ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 4 ആണ്. ഈ 4 ആണ് 20 എന്ന് പറയുന്നത്. 4 20 ആണെങ്കിൽ 1 എന്നുള്ള ഒരു ക്വാണ്ടിറ്റി 5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ x 7 into 5 35ഉം y 3 into 5 15ഉം ആയിരിക്കും. ഇത്രയും കാര്യം മെന്റലി എന്ത് ചെയ്യുക? എടുത്തു വെക്കും. Then how much time will he take to go 70 kilometer upstream? Okay, 70 kilometer upstream and come back. So, sorry, downstream അല്ലേ? 70 kilometer downstream and come back എന്ന് പറയുമ്പോൾ downstream പോയി കഴിഞ്ഞാൽ തിരിച്ചു വന്നത് upstreamലായിരിക്കും. So 70/x minus y. ഇതിന്റെ ടോട്ടൽ ടൈം എത്രയാണ് ക്വസ്റ്റ്യൻ. സോ നമുക്ക് ചെയ്യാം 70 divided by 50 plus 70 divided by 20. Okay അല്ലേ? സോ ഫോർ 4.9 hours. സോ നമുക്കിത് എങ്ങനെ ഈ 4.9 ഹവേഴ്സിനെ നമുക്ക് എങ്ങനെ ഈ ഒരു ഓപ്ഷനിലേക്ക് മാറ്റാൻ പറ്റും? 4 hour 54 minute അല്ലെ? ഈ 0.9 hour into 60 എടുക്കുക അല്ലെ? അപ്പൊ നമുക്ക് 54 minute കിട്ടും. സോ ദ ആൻസർ ഈസ് 4 hour 54 minute. ഓക്കെ, 4 hour 54 minute കിട്ടിയല്ലോ. Next question. The ratio of speed of A and B in still water is 3:2. So നമുക്ക് അവിടെ രണ്ട് ബോട്ട് ഉണ്ട്, ബോട്ട് എയും ബോട്ട് ബിയും അല്ലെ? സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എ എക്സ് എന്നത് ഞാൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ബോട്ടിന്റെ സ്പീഡാണ്. അത് എ എന്ന ബോട്ടിന്റെ സ്പീഡിനെ എ എക്സ് എന്നും ബി എന്ന ബോട്ടിന്റെ സ്പീഡ് ബി എക്സ് എന്നുമാണ് ഞാൻ ഡിനോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എ എക്സ് is equal to 3a, bx is equal to 2a. എ ആൻഡ് ബി സ്റ്റാർട്ട് ഫ്രം സെയിം പോയിന്റ്. അപ്പൊ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ നിന്നാണ് എയും ബിയും സ്റ്റാർട്ട് ചെയ്യുന്നത്. എയും ബിയും ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ ഗോസ് അപ്സ്ട്രീം ആൻഡ് ബി ഗോസ് ഡൗൺ സ്ട്രീം. സോ ദേ ആർ ഗോയിങ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. സോ എ എന്ത് ചെയ്യുന്നു? നമുക്ക് അപ്സ്ട്രീം ഇങ്ങോട്ട് എടുക്കുവാണെങ്കിൽ ബി ഡൗൺ സ്ട്രീം ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ആഫ്റ്റർ 3 hours the stream stops flowing and A starts rowing in opposite direction to meet B. അല്ലെ? അപ്പൊ ഇവിടെ നമ്മൾ എ അപ്സ്ട്രീം പോയി, ബി ഡൗൺ സ്ട്രീം പോയി. 3 hourന് ശേഷം ആഫ്റ്റർ 3 hour എ എന്ത് ചെയ്യുന്നു? എ ഇപ്പൊ ഇവിടെ ഉള്ളത്, ബി സംവർ ഇവിടെ ഉണ്ടാവും, എ ഇവിടെ ഉണ്ടാവും. അപ്പൊ എ ഇങ്ങോട്ടേക്ക് പോയി. ഓക്കെ, സോ ബി ഇവിടെ ഉണ്ട്. അതായത് എന്താണ്? ഫ്ലോ ഇല്ല, റിവർ ഫ്ലോ ഇല്ലെങ്കിൽ ബി ഇവിടെ ഉണ്ടാകും. എ എന്ത് ചെയ്യും? ഇവിടുന്ന് ഇവിടെ എത്തണം. ഇവിടുന്ന് ഇവിടെ എത്താനുള്ള ടൈം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. സോ ആദ്യം നമുക്ക് ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. സോ
ഇവിടെ നിങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ എ ഇങ്ങോട്ട് പോയതിന്റെ അപ്സ്ട്രീം ഡിസ്റ്റൻസും ബി ഇങ്ങോട്ടേക്ക് പോയേക്കുന്ന ഡൗൺ സ്ട്രീം ഡിസ്റ്റൻസിന്റെയും സം എടുത്താൽ മതി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കറിയാം, ഇപ്പൊ നമുക്ക് റിവറിന്റെ അല്ലെങ്കിൽ റിവറിന്റെ സ്പീഡ് y എന്ന് എടുക്കാം. ഓക്കെ, റിവറിന്റെ സ്പീഡ് നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ y എന്ന് എടുത്തു കഴിഞ്ഞാല് എ അപ്സ്ട്രീം പോയേക്കുന്ന സ്പീഡ് എത്രയാണ്? അപ്പൊ നമുക്ക് വേണ്ടത് ടോട്ടൽ ഡിസ്റ്റൻസ് ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇവിടം വരെയുള്ളതാണ്. സോ എ അപ്സ്ട്രീം പോയേക്കുന്ന ഡിസ്റ്റൻസ് ആദ്യം വേണം. എത്ര മണിക്കൂർ പോയിട്ടുണ്ട്? 3 മണിക്കൂർ. അപ്പൊ 3 ഇൻറ്റു എയുടെ സ്പീഡ് 3a മൈനസ് വൈ അല്ലെ, കാരണം എ പോയേക്കുന്ന അപ്സ്ട്രീമിലാണ്. അപ്പൊ 3a മൈനസ് വൈ പ്ലസ് പിന്നെ ഇവിടുന്ന് ഇത്രട്ടം വരെയുള്ള ഡിസ്റ്റൻസ് അല്ലെ. സോ എന്ത് വരും? 3 ഇൻറ്റു 2a പ്ലസ് വൈ. കറക്റ്റ് അല്ലേ? നമുക്ക് ആഡ് ചെയ്യുമ്പോൾ കിട്ടും 9aയും 15a എന്ന് കിട്ടും അല്ലെ. 3 മൈനസ് 3y പ്ലസ് 3y ക്യാൻസൽ ആയി പോയിട്ട് നമുക്ക് എയുടെ ടേംസിൽ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടി. സോ ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് പറയുന്നത് 15a ആണ്. ഇനി ഈ കേസ് നോക്കാം. ഈ കേസിൽ ബിയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ്. എയുടെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഇങ്ങോട്ടേക്കാണ്. സോ രണ്ടും സെയിം ഡയറക്ഷൻ ആണ്. രണ്ടും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അവിടുത്തെ റിലേറ്റീവ് സ്പീഡ് എത്രയാണ്? അതിന്റെ ഡിഫറൻസ് ആണ് അല്ലെ. സോ എയുടെ സ്പീഡ് 3a ആണ്, ബിയുടെ സ്പീഡ് 2a ആണ്. ഈ 3 മണിക്കൂറിന് ശേഷം ഇവിടെ റിവർ സ്റ്റോപ്പ് ചെയ്തു, റിവറിന് ഫ്ലോ ഇല്ല. ഓക്കെ, സോ എ ഇങ്ങോട്ടേക്ക് പോകുന്നു, ബി ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഇതിന്റെ രണ്ടിന്റെയും റിലേറ്റീവ് സ്പീഡ് പറഞ്ഞാൽ എന്താണ്? 3a മൈനസ് 2a, ദാറ്റ് ഈസ് a. സോ സ്പീഡ് ഈസ് ഈക്വൽ ടു a ആണ്. സോ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു 15a by a, that is 15 hour. So answer കിട്ടിയല്ലോ. ഓപ്ഷൻ ബി is the answer. Okay. Then നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് ഇതോടെ നോക്കാം. Okay. A man can row 30 km downstream in 3 hours 45 minutes. So നമുക്ക് ഇതിനെ എങ്ങനെ റിപ്രസെന്റ് ചെയ്യാൻ പറ്റും? 30 km downstream ആണ്. 30 divided by 3 hours 45 minutes. എങ്ങനെ എഴുതാൻ പറ്റും? 3 plus 45 by 60. ഇങ്ങനെയൊന്നും ഒരിക്കലും എഴുതാൻ പാടില്ല. ഇതാണ് x plus y. നമ്മുടെ മനസ്സിൽ എന്ത് വേണം? 30 ഇതെന്ന് വെച്ചാൽ 3 by 4 ആണെന്ന് നമ്മുടെ മെന്റാലിറ്റിയിൽ പെട്ടെന്ന് തന്നെ വരേണ്ടതാണ്. അപ്പൊ 30 plus 3 plus 4 by 3 by 5 3 by 4 is equal to x plus y. That is 30 by 15 into 4 is equal to x plus y. So x plus y is equal to 8. അവിടെ കിട്ടി. ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് 11 kilometer upstream in 2 hours 12 minutes. So 11 kilometer divided by 2 plus 12 by 60 എത്രയാണ്? 60 എത്രയാണ്? 1 by 5 അല്ലെ. ഇതാണ് നമ്മുടെ ഡൗൺ സ്ട്രീം. സോ 11 ഡിവൈഡ് ഇതിനെ 1 by 5, ഇതിനെ 1 by 5 എന്ന് എഴുതാം. സോ 11 divided by 11 into 5 is equal to x minus y. ഇങ്ങനെയുള്ള സിമ്പിൾ കാൽക്കുലേഷൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്യണം. ഇങ്ങനെ എഴുതി 1 by സ്റ്റെപ്പ് ആയിട്ട് 1 by 1 സ്റ്റെപ്പ് ആയിട്ട് എഴുതിയിട്ട് ചെയ്യാൻ ഒരു എക്സാമിന് ട്രൈ ചെയ്യരുത്. ഇത്തരം സിമ്പിൾ സ്റ്റെപ്സ് ഒക്കെ പെട്ടെന്ന് മെന്റലി കാൽക്കുലേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ ട്രൈ ചെയ്യണം. സോ ഇത് ഞാൻ ഇവിടെ ക്ലിയർ ആയി കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് x minus y is equal to 5 കിട്ടി. സോ നമുക്ക് x plus y equal to 8 കിട്ടി. x minus y equal to 5 കിട്ടി. സോ what is the difference between speed of man in still water and speed of stream? അതായത് x minus y നമ്മൾ ചോദിച്ചേക്കുന്നത് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് x minus y ചോദിച്ചേക്കുന്നത്. ആൻസർ is 5 kilometer ആണ്. കറക്റ്റ് ആയില്ലേ? ഓക്കെ, ഇവിടെ നമ്മള് ഇത് രണ്ടും വെച്ച് എക്സ് കണ്ടുപിടിച്ച് ഇത് രണ്ടും വെച്ച് y കണ്ടുപിടിച്ച് ഡിഫറൻസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലി അപ്സ്ട്രീം ചെയ്തപ്പോൾ നമുക്ക് x minus y equal to 5 കിട്ടിയിട്ടുണ്ട്. സോ അതാണ് ആൻസർ വന്നേക്കുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുക, നമ്മളിപ്പോ ആദ്യമേ ഫുൾ ക്വസ്റ്റ്യൻ വായിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ ആദ്യമേ വായിക്കാണ് എന്താണ് ചോദിച്ചേക്കുന്നത്? ഡിഫറൻസ് ബിറ്റ്വീൻ സ്പീഡ് ഇൻ സ്റ്റിൽ വാട്ടർ ആൻഡ് സ്പീഡ് ഓഫ് സ്ട്രീം പറയുമ്പോൾ അതായത് x minus y ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് അപ്സ്ട്രീം ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നേരെ ഈ ഒരു പോർഷൻ മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ആ ഒരു സെക്കൻഡ് സെന്റൻസ് മാത്രം വായിച്ചിട്ട് ചെയ്താൽ മതി. ഈ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല.
Okay. So the answer is 5 kilometer per hour. Okay. So ഞാനിവിടെ ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കമന്റ്സ് അറിയിക്കുക. ഇനി ഞാൻ ഇതിലും എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഈ രീതിയിൽ പറഞ്ഞു പോയാൽ മതിയോ, അല്ലെങ്കിൽ ഇനി ഏത് ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യേണ്ടത്, ഇങ്ങനെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ്സിലൂടെ അറിയിക്കുക. ഞാനത് ശ്രദ്ധിച്ചിട്ട് നെക്സ്റ്റ് വീഡിയോ ചെയ്യാവുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.